പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഇരുചക്ര വാഹനം കുഴിയിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം. കരുവപ്പാറ സെന്റ് പോൾസ് സ്കൂളിന് സമീപത്ത് ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അവിടുത്തെ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കായംകുളത്തും സമാനമായ രീതിയിൽ റോഡിലെ കുഴിയിൽ വീണ് ഒരു യുവാവ് മരിച്ചിരുന്നു. ഇതിപ്പോൾ പാലക്കാട് സംഭവിച്ചത് ഒരു യുവതിയുടെ മരണമാണ്. ജി പ്രസാദ് കുമാർ വിവരങ്ങളുമായിട്ട്. പ്രസാദ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കുഴിയിൽ നിന്ന് തെറിച്ചു വീഴുന്നു, തുടർന്ന് മരണം സംഭവിക്കുന്നു. എപ്പോഴായിരുന്നു ഈ അപകടം? ഈ മേഖലയിൽ ഇത്തരം റോഡിലെ പ്രശ്നങ്ങൾ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ദിവിഷ് ആര്യ, ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മരിച്ച ജയന്തിയും ഭർത്താവും മാർട്ടിനും കൂടെ ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ എതിരെ വന്ന ലോറിയെ വെളിച്ചം കണ്ട് വെട്ടിക്കുന്നതിനിടയിൽ തൊട്ടടുത്തുള്ള കുഴി, ആ സമയത്ത് ലോറിയുടെ ലൈറ്റ് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുഴി കാണാൻ സാധിച്ചില്ല. അങ്ങനെ കുഴി വെട്ടിക്കുന്നതിനിടയിൽ ഈ വണ്ടി മറിയുകയും ഭർത്താവ് ഒരു വശത്തേക്കും ഭാര്യ ലോറിയുടെ അടിയിലേക്കും വീഴുകയും അങ്ങനെ ലോറിയുടെ ചക്രം ജയന്തിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയാണ് ജയന്തി തത്സമയം തന്നെ മരിച്ചത്. ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മാർട്ടിന് കാര്യമായി പരിക്കില്ല എന്നാണ് അറിയുന്നത്. പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവം. കാരണം റോഡിലെ കുഴികൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് എതിരെ വരുന്ന വലിയ വാഹനങ്ങളുടെ ലൈറ്റ് കാരണം പലപ്പോഴും ഈ കുഴികൾ കാണാൻ പോലും കഴിയില്ല. കുഴി അടയ്ക്കേണ്ടതാണ്. പക്ഷേ ഈ രാത്രിയാകുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലെങ്കിൽ അത്തരമൊരു അപകടങ്ങൾ പതിവാകുകയാണ്. കഴിഞ്ഞ ദിവസം കായംകുളത്തും ഉണ്ടായത് ഇതേപോലെ സംഭവമാണ്. ഒരു യുവാവാണ് തൊട്ടടുത്തുള്ള ഈ ദേശീയപാതക്കരികിൽ തൊട്ടടുത്തുള്ള ഒരു കുഴിയിൽ വീണ് ബൈക്ക് മറിഞ്ഞ് മരിച്ച സംഭവം ഉണ്ടായി. ഞാൻ സ്ഥിരം ഈ കുഴിയിൽ റോഡിലെ കുഴിയിൽ വീണ് അപകടങ്ങളുണ്ടാകുന്നു, മരണങ്ങളുണ്ടാകുന്നു. 2 മാസം മുമ്പും ഈ കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് സ്കൂളിന് സമീപത്ത് വെച്ച് ഇതേപോലെ ഒരു യുവാവിനും കുഴികളാണ് നമ്മുടെ പാതകളിലുള്ളത്. യാത്രക്കാരോട് പറയാനുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ കാണുക പോലുമില്ല. നമുക്ക് നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. ഇന്നലെ വന്നിട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് വന്നതാണ്. കല്യാണത്തിന് എൻ്റെ വീട് പള്ളിയാരവളയുമാണ്. ഒരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ 7ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് വീട്ടിലേക്ക് സാധനം മേടിച്ചു വരാൻ പറഞ്ഞതാണ്. അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നപ്പോൾ ഒരു ലോറി ഓവർടേക്ക് ചെയ്തതാണ്. ലോറി ഓവർടേക്ക് ചെയ്തപ്പോൾ ഈ കുളീൻ്റെ ഉള്ളിൽ പെട്ടിട്ട് വണ്ടി കുളി ചാടിയതും ബ്രേക്ക് അടിച്ചപ്പോൾ അങ്ങനെ സ്ത്രീ കൊള്ളുന്നതാണ്. അതേപോലെ ഈ റോഡ് വന്നിട്ട് കുറേ ആയിട്ടുണ്ട്. ഈ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ 3 മരിപ്പായി. പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ PWD വേണം, അത് അവിടെ നോക്കട്ടെ എന്നായി. PWDയിൽ പറയുമ്പോൾ ഞങ്ങളിപ്പോൾ നോക്കില്ല, ഇത്തിരി സമയം പിടിക്കും. ഇതിപ്പോൾ ഈ കുളിയായിട്ട് വന്ന് ഇന്ന് മില്ലിയാനായതല്ല. ഈ കുളിയായിട്ട് 1 കൊല്ലമായി. ഈ 1 കൊല്ലം പിടിച്ച് ഏത് പണിയും ചെയ്തിട്ടില്ല. ഇതിവിടെ മാത്രമല്ല, ഇവിടുന്ന് മറ്റേ ഗോപാലപുരം പറയും, ആ സ്ഥലത്ത് വരെ ഇത് തന്നെ റൂട്ടിൻ്റെ കംപ്ലൈൻറ്റ്. അതേപോലെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടെ ഒരു ആക്സിഡന്റ് വന്ന് ചെറുപ്പക്കാരൻ മരിച്ചു. ഇവിടുന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തായിട്ട്. നാട്ടുകാർ ഇപ്പം ഇതിന് പ്രതിഷേധിക്കും. അങ്ങനെ ആയിരിക്കും. എന്താ ജീവിതം തൊട്ടടുത്ത് സ്കൂളാണ്. 2 വീലറിലടക്കം പോകാനടക്കം പേടിയപ്പോൾ ഈ വഴിക്ക്. എപ്പോൾ എന്താ നമുക്കടക്കം 2 വീലറുള്ള ആളാണ് ഞാൻ. ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 25 ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ട് പോണ ആളാണ് ഞാൻ. എനിക്കടക്കം പേടിയാവും അപ്പോൾ കുണ്ടും കുഴിയും കാരണം. പിന്നെ രാത്രി സമയങ്ങളിൽ തീരെ എത്താൻ പറ്റില്ല.